ശ്രീ ജലീൽ പുനലൂരിലേക്ക് പോകാം. കാരണം അദ്ദേഹം ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെയാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരുമല്ലോ. എന്തായാലും ഈ മതേതര കേരളത്തിൽ നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്നുള്ള തരത്തിൽ ഉള്ള പ്രവർത്തനം അത് മുസ്ലിം ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും പ്രകടമായി രംഗത്ത് വരുന്നത്. കാരണം മുസ്ലിം ലീഗ് കാലങ്ങളായി അല്ലെങ്കിൽ മാറി മാറി വരുന്ന സർക്കാരിൽ പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരായിരിക്കും, ചിലപ്പോൾ കേന്ദ്രമന്ത്രിമാരായി വരും, ചിലപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ അവർ വരും. നമ്മുടെ പൊതുചടങ്ങിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് നിലവിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടനം. അതൊരു മതചിഹ്നമായി ആരും വ്യാഖ്യാനിച്ചിട്ടില്ല. അത് മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആരും അതൊരു മതചിഹ്നമായി പറഞ്ഞിട്ടുമില്ല. പക്ഷേ അവരിൽപ്പെട്ടവർ വിളക്ക് കൊളുത്താതെ പുറകോട്ട് വിളക്ക് കത്തിക്കാനുള്ള ആ തിരുനാളം അവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ മുതൽ അവർ പിന്നിലേക്ക് മാറി തുടങ്ങും. അവർ മാറി അവിടെ നിൽക്കുന്ന ഏതെങ്കിലും മറ്റാരെങ്കിലും ആകും, ചിലപ്പോൾ സ്വാഗത പ്രാസംഗികൻ, അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലുന്ന ആൾ, അല്ലെങ്കിൽ ആശംസ പറയുന്നവർ, അല്ലെങ്കിൽ നന്ദി പറയുന്നവർ, അല്ലെങ്കിൽ ആ പ്രഭാഷണം കേൾക്കാൻ വന്ന ആരെങ്കിലും ഒരാൾ ഒക്കെ ആയിരിക്കും ആ വിളക്ക് കൊളുത്തുന്നത്. ഇങ്ങനെ ഏറ്റവും വലിയൊരു പൊതുപരിപാടിയിൽ പോലും വിളക്ക് കൊളുത്താതെ ഇങ്ങനെ മാറി നിന്നാലും അടുത്ത പ്രസംഗത്തിലോ അടുത്തുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലോ ആരും ഒരു വരി പോലും ഇതിനെ എതിർക്കില്ല. അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകന് ഇങ്ങനെയാണ് അവിടെ ചടങ്ങ് നടന്നത് എന്ന് പറയാനോ എഴുതാനോ ധൈര്യം കാണിക്കുന്നില്ല. കാരണം അതാണ് മതേതര കേരളം. ഇതാണോ ശ്രീ ജലീൽ പുനലൂർ നമ്മുടെ മതേതര കേരളം? അല്ല, അതിനെ ഏത് നിലയിൽ ഏത് ആംഗിളിൽ വേണമെങ്കിലും താങ്കൾക്ക് കാണാം. പക്ഷേ ഒന്ന് ഞാൻ പറയുന്നു, താങ്കളുടെ ഒരു വാദം തെറ്റാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ പൊതുവെ നിലവിളക്ക് കൊളുത്തില്ല എന്നുള്ള താങ്കളുടെ കണ്ടെത്തൽ ശരിയല്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ MLA ആയിരുന്ന ശ്രീ KNA ഖാദർ നിരവധി തവണ നിലവിളക്ക് കൊളുത്തിയത് നമ്മളെല്ലാം സാക്ഷിയാണ്. എന്ന് മാത്രമല്ല, നിലവിലെ മന്ത്രി അദ്ദേഹം ഏറ്റവും വലിയ ഫണ്ടമെൻ്റലിസ്റ്റ് ആയ ഒരു ഇസ്ലാമിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം മതമാണ് പ്രശ്നമെന്ന് നിരന്തരം പറയുന്ന KM ഷാജി ഈ കഴിഞ്ഞ മാസം ഒരു പൊതുവേദിയിൽ നിലവിളക്ക് കൊളുത്തി. അതുപോലെ തന്നെ പേരാമ്പ്രയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അത് മുസ്ലിം ലീഗ് MLA-മാരുടെയും മന്ത്രിമാരുടെയും ഒരു പൊതു സമീപനമാണെന്ന് ഞാൻ കാണുന്നില്ല. എന്നാൽ നിലവിൽ ഈ 2 റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഈ വിവാദം തീർച്ചയായും BJP അടക്കമുള്ള കക്ഷികൾക്ക് ഒരു സമൂഹത്തിൻ്റെ മേൽ ചില കാര്യങ്ങളിൽ ചാപ്പ കുത്താനുള്ള ഒരു വഴി വെട്ടിക്കൊടുക്കുന്ന ബാലിശമായ ഒരു കാര്യമാണ് ലീഗിൻ്റെ നേതാക്കൾ ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തിൽ ആദ്യമായി നിലവിളക്ക് വിവാദം ഉണ്ടായത് 2012 കാലഘട്ടത്തിലാണ്. അന്ന് കേരളത്തിൻ്റെ ഗാനഗന്ധർവൻ ശ്രീ യേശുദാസ് നിലവിളക്ക് കൊളുത്തുന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയോട് വിളക്ക് കൊളുത്താൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ നിഷേധിച്ചു. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം, ഒരു നിലവിളക്ക് കൊളുത്തുന്നതിനെ നിഷേധിച്ച PK കുഞ്ഞാലിക്കുട്ടി ഇസ്ലാം മതവുമായിട്ട് എന്ത് ബന്ധമാണ് അദ്ദേഹത്തിനുള്ളതെന്നുള്ളത്. കാരണം ഇസ്ലാം മതവും ഏറ്റവും നിഷിദ്ധമായി കണ്ട ഒന്നാണ് വ്യഭിചാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീ പീഡനം എന്ന് പറയുന്നത്. വിവാഹിതനായ ഒരാൾ സ്ത്രീ പീഡനമോ അല്ലെങ്കിൽ വ്യഭിചാരമോ നടത്തിയാൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ പഠിപ്പിച്ച ഒരു നിയമവ്യവസ്ഥതയുള്ള ഇസ്ലാം മതത്തിൻ്റെ പേരിൽ ആളെ കൂട്ടി സംഘടിച്ചു വന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയായ PK കുഞ്ഞാലിക്കുട്ടി വിശ്വാസി സമൂഹത്തിൽപ്പെട്ട യാഥാസ്ഥിതികരായ ചിലരെ കയ്യിലെടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ചില നാടകങ്ങളായിട്ടാണ് അന്ന് ഈ നിലവിളക്ക് വിവാദത്തെ ഞാൻ കണ്ടത്. എന്ന് മാത്രമല്ല, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സെക്രട്ടേറിയറ്റ് പടിക്കലടക്കം ആലപ്പുഴയിലെ അറബിക്കടലിൻ്റെ തീരത്തടക്കം സാംസ്കാരിക സാമൂഹിക മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നിലവിളക്ക് കൊളുത്തൽ പരമ്പരയ്ക്ക് നേതൃത്വം നൽകിയ ആളിൽ ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നു, ഇസ്ലാം മതത്തിൽ അത് ഞാൻ ഇതിൻ്റെ തുടർ ചർച്ചയിൽ പറയാം. ഇസ്ലാം മതത്തിൽ ഒരു വിശ്വാസമുണ്ട്, ഏകദൈവ വിശ്വാസമാണ്. ഒരൊറ്റ ദൈവത്തിലേ അവർ വിശ്വസിക്കുന്നുള്ളൂ. അവർ മറ്റ് സൃഷ്ടികളെ, തീയെയോ അല്ലെങ്കിൽ കല്ലിനെയോ വൃക്ഷത്തെയോ ആരാധിക്കുന്നത് ആശയപരമായിട്ട് അവർക്ക് വിയോജിപ്പാണ്. അതങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇസ്ലാമിൽ എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. അതായത് അറബിയിൽ പറയുന്നുണ്ട്, ഇന്നമൽ അഅ്മാലു ബിൻ നിയ്യാത്ത്. ഓരോ പ്രവൃത്തിയും അതിൻ്റെ ഉദ്ദേശത്തെ, അതിൻ്റെ നീയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണെന്നാണ് ഇസ്ലാം വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിലവിളക്ക് നാളെ ഇവിടെ കൊളുത്താൻ എന്നോട് പറഞ്ഞാൽ ഞാൻ വളരെ അന്തസ്സോടുകൂടി അഭിമാനബോധത്തോടു കൂടി കൊളുത്തും. കാരണം ഞാൻ പിറന്നു വീണ വീട്ടിൽ
ഇന്നും നിലവിളക്കുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇസ്ലാം മതം ഇന്ത്യയിൽ പ്രചരിപ്പിച്ച മാലിക് ബിൻ ദീനാർ കപ്പലിറങ്ങിയ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ മസ്ജിദിൽ ഇന്നും വലിയ നിലവിളക്കുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ഭീമാപ്പള്ളിയിലേക്ക് പോയാൽ നിലവിളക്കുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തെ പോലെ ഇന്ത്യയെപ്പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരം മതപരമായ വാദങ്ങളും വിവാദങ്ങളും ഉയർത്തുന്നത് അനുചിതമാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. പിന്നെ ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലീഗ് ചെയ്യുന്നതെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ പറ്റുബുക്കിൽ എഴുതി ചേർക്കരുത്. കാരണം BJP എന്താണോ ഹൈന്ദവ ദർശനങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയപരമായി തടിച്ചു കൊഴുക്കുന്ന സംവിധാനം, അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ലീഗ്. പള്ളികളെ, മതാചാരങ്ങളെ, പ്രവാചകനെ, അതുപോലെ തന്നെ മതനിയമങ്ങളെ, ഇതിനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടും തടിച്ചു കൊഴുക്കുന്ന ഒരു സംവിധാനമാണ് ഈ രണ്ട് കക്ഷികളും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ളവർ, എന്നെപ്പോലെയുള്ളവർ ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളുടെയും കാപട്യങ്ങൾ നിരന്തരം തുറന്നു കാട്ടപ്പെടുന്നത്. നിർഭാഗ്യവശാൽ BJP നേതാക്കളടക്കം ഈ പറയപ്പെടുന്ന അബ്ദുൽ സമദ് സമദാനിക്കും അതുപോലെ തന്നെ ലീഗിൻ്റെ പല നേതാക്കൾക്കും ചാർത്തപ്പെട്ട ഒരു പേരുണ്ട്, മതേതരത്വം എന്ന് പറയുന്നത്. അത് ബാബരി മസ്ജിദ് അയോധ്യ വിഷയത്തിലടക്കം ഒറ്റുകാരായി നിന്നതിൻ്റെ പേരിൽ പലരും ലീഗിന് ചാർത്തിക്കൊടുത്ത ഒരു പേരാണ് മതേതരത്വം. അന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊണ്ടവരെയും രാജ്യത്ത് നടന്ന ഒരു നീതി നിഷേധത്തിനെതിരെ ശക്തമായി നിലപാടെടുത്തവരെയും BJP അടക്കം ചാർത്തിയ ഒരു പേരാണ് തീവ്രവാദികളും ഭീകരവാദികളുമെന്ന്. എന്നാൽ അത്തരത്തിൽപ്പെട്ട ആളുകളെക്കാൾ എത്രയോ അപകടകാരികളാണ് ഈ മതവാദം ഉയർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സർക്കാർ അധികാരത്തിലുള്ള ഒരു സർക്കാർ പരിപാടിയിൽ ഒരു 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 ബഹുസ്വര സമൂഹത്തിൽ ഒരു വിളക്ക് കൊളുത്തിപ്പോയാൽ ഏത് ആകാശമാണ് ഇടിഞ്ഞു വീഴുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തീർത്തു പറയുന്നു, മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കളുടെ, ഈ അബ്ദുൽ സമദ് സമദാനിയുടെയും PMA സമീറിൻ്റെയും ഇവരുടെയൊക്കെ വ്യക്തിജീവിതം നമ്മളൊന്ന് എടുത്തു നോക്കണം. ഇസ്ലാമുമായിട്ടൊക്കെ ഇവർക്ക് എന്താ ബന്ധം? പലിശ എന്ന് പറയുന്നത് 7 വൻപാപങ്ങളിൽ ഒന്നാണ്. ആ പലിശ വാങ്ങുന്നവനും കണക്കെഴുതുന്നവനും അതിൽ പങ്കുപറ്റുന്നവനും നാളെ 7-ാം നരകത്തിലാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ എല്ലാ ഉപദേശങ്ങളെയും നിഷ്കരണം തള്ളിക്കൊണ്ട് സ്വത്ത് സമ്പാദനം, പലിശയിൽ ഇടപെടൽ, അഴിമതി നടത്താത്ത ഏത് ലീഗ് നേതാക്കളാണ് ഉള്ളത്? പൊതു മുതൽ കട്ടവൻ്റെ കൈവെട്ടാൻ പഠിപ്പിച്ച ഇസ്ലാമിക ദർശനങ്ങളുടെ ആ ദർശനങ്ങളെ മുഴുവൻ തള്ളിയിട്ട് ഏതെങ്കിലും ഒരു നിലവിളക്ക് കൊളുത്താതിരുന്നാൽ ഞങ്ങളൊക്കെ വലിയ മുസ്ലിങ്ങളായി പോകുമെന്നുള്ള ഇവരുടെ വാദത്തോട് ഒരു ഈശ്വര വിശ്വാസി, മുസ്ലിം മതവിശ്വാസി എന്നുള്ള നിലയിൽ എനിക്കൊരു നിലയ്ക്കും യോജിക്കാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഇത്തരം ചടങ്ങുകളിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് പരസ്പരം ഇടചേർന്ന് നിന്നുകൊണ്ട് ഈ ആചാരങ്ങളെയൊക്കെ നമ്മൾ ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കും പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കും അത് ഗുണകരമാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ അനുയായിയാണ് ഞാൻ.